ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തടവറയ്ക്കുള്ളിലെ ജീവിതം എന്ന നോവലിൻ്റെ 35-ാം അധ്യായം തുടരുന്നു. അവൾക്കൊരു വിഷമം വരാൻ കാത്തിരിക്കുകയല്ലേ നീ? ഒരേ ഒരു പെങ്ങൾ, ആ വിചാരം നിനക്കുണ്ടോടെ? ആര് പറഞ്ഞു എനിക്ക് ആ വിചാരമില്ലെന്ന്? അവിടെ കണ്ണീര് കാണാനല്ലേടാ നീ ആഗ്രഹിക്കണത്? അവൾ മൂലം കണ്ണീര് കുറേ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ടമ്മേ, അതമ്മ മറന്നുപോയോ? അതും ചോദിച്ച് ഹരി അവിടെ നിറങ്ങി. എൻ്റെ മോൾക്ക് സുഖാണോ ആവോ? ഗോമതിയമ്മ ആത്മാകടം പോലെ പറഞ്ഞു. അവരുടൻ മകളെ ഫോണിൽ വിളിച്ചു. വെറുതെ ഓരോന്നാലോചിച്ചിരുന്ന കാർത്തി ഫോൺ ബെൽ കേട്ട് ഞെട്ടി ഉണർന്നു. കരുണൻ വീട്ടിലുണ്ടായിരുന്നില്ല. അവൾ ചെന്ന് റിസീവർ എടുത്തു. ഹലോ. മറുവശത്തു നിന്ന് അമ്മയുടെ സ്വരം അവളുടെ കാതുകളിലെത്തി. മോളെ, ഇത് ഞാനാണ്, എൻ്റെ അമ്മ. നിനക്കവിടെ സുഖാണോ മോളെ? അവർ തിടുക്കപ്പെട്ട് ചോദിച്ചു. സുഖാണമ്മേ. അവളുടെ സ്വരം ശാന്തമായിരുന്നു, നിർവികാരവും. ഗോമതിയമ്മ അത് ശ്രദ്ധിച്ചില്ല. അവർ തുടർന്നു. മോളെ, കരുണൻ്റമ്മ ഇന്നിവിടെ വന്നു. പിണങ്ങിയ തിരികെ പോയത്. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ ഞാനവരെ ആട്ടി ഇറക്കി വിട്ടു. അങ്ങനെ വേണ്ടി വന്നു മോളെ. സുഖത്തിലുള്ള വരവല്ലായിരുന്നു അവരുടേത്. വന്നപ്പോൾ മുതൽ പരിഹസിച്ചുകൊണ്ടുള്ള വർത്തമാനവും. ഒടുവിൽ മോള് പണ്ട് അവൻ്റെ വീട്ടിൽ പോയി താമസിച്ചതിനെക്കുറിച്ച് ഒരു ചോദ്യം ചെയ്യലും. എല്ലാം കൂടിയായപ്പോൾ എനിക്ക് കോപം സഹിക്കാനായില്ല മോളെ. മോളെന്താ ഒന്നും മിണ്ടാത്തത്? അമ്മ പറയണതെല്ലാം കേൾക്കുകയല്ലേ ഞാൻ. അവളുടെ സ്വരം പതറിപ്പോയിരുന്നു. മനസ്സിൽ ദുഃഖസമുദ്രം ഇളകി മറിയുകയാണ്. മോളെ, നിനക്ക് സുഖാണെന്ന് പറഞ്ഞത് നേരാണോടെ? ആ തള്ള പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ വിഷമങ്ങൾ എൻ്റെ മോൾക്കുള്ളതുപോലെ തോന്നുന്നു. അമ്മയ്ക്കൊരു സമാധാനമില്ല മോളെ. എനിക്കിവിടെ ഒരു വിഷമമില്ലമ്മേ. അവിടെ ഹരിയേട്ടനും അമ്മയ്ക്ക് സുഖമല്ലേ? അതേ മോളെ.